Hi guys, welcome to Joe Stories. So ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ we are going to watch അജയ് രണ്ടാം മോഷണം. ആരാണ് ചോദിച്ചത്? ആരാടാ അത്? അപ്പൊ നമ്മൾ അജയന്റെ രണ്ടാം മോഷണം അല്ലേ? രണ്ടാം മോഷണം. സോ അത് ടൊവിനോന്റെ അജയന്റെ രണ്ടാം മോഷണം കാണാനുള്ള പോക്കാണ്. ഭയങ്കര ഗ്രേറ്റ് റിവ്യൂസ് ആണ്, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ. സോ വി ആർ ഓൺ ഹൈ എക്സ്പെക്ടേഷൻ അല്ലേ ഷെയ്ൻ? ഞങ്ങള് ആക്ച്വലി നമ്മുടെ അടുത്തൊന്നും തിയേറ്ററിൽ ഇല്ലാന്ന് വെച്ചാൽ ഉണ്ട്. എന്താ അതിന്റെ ശരിക്കുള്ള പ്രശ്നം? പക്ഷെ ഇതില്ല, എന്താ വെച്ചാൽ 3D ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് 3D തന്നെ കണ്ടാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ലൈക്ക് വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. ന്യൂജേഴ്സിക്ക് പോയിട്ടാണ് നമ്മള് ഈ പടം കാണുന്നത്. ഞാനും ഷെയ്നും മമ്മിയും ഉണ്ട്. നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം ആണെന്ന് തോന്നുന്നല്ലേ നമ്മൾ 3 പേരോട് ഒരു പടം കാണാൻ വേണ്ടി പോകുന്നത്. സോ അതൊക്കെയാണ്. സോ എനിവേ നമുക്ക് പടം കണ്ട് വന്നിട്ട് ബാക്കി എന്നാന്ന് പറയാം ഗൈസ്. ഹൗ വാസ് ഇറ്റ് ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഗോ എല്ലാം പറയാം. ഓക്കെ, സോ നമ്മൾ AMC തിയേറ്റേഴ്സിലാണ് വന്നേക്കുന്നത്. ചെറി ഹില്ലിലുള്ള AMC തിയേറ്റേഴ്സ്. എനിക്ക് ഇതിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. രാത്രി കാണാനായിട്ട് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് അല്ലേ? പടം തുടങ്ങിയില്ല. എന്നാലും കുറച്ച് നേരം പരസ്യമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോവുകയാണ്. താങ്ക് യു. സോ നമുക്ക് 3D ഗ്ലാസ്സസ് ഒക്കെ കിട്ടി. എന്താ ശരി? മമ്മിയുടെ എക്സൈറ്റ്മെന്റ് കണ്ടല്ലോ എല്ലാവരും. So guys, നമ്മൾ പടം കഴിഞ്ഞ് തിരിച്ചു വന്നു. Yes guys, oh my god, in 3D. Yeah, fantastic movie. ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാല് തിയേറ്ററിൽ എന്തോ ഒരു സെറ്റിംഗ് എന്തോ മാറി കിടക്കായിരുന്നു. എല്ലാ ഷോയും 3D ഇല്ല. സോ നമ്മൾ 3D ഷോ ലേറ്റ് നൈറ്റ് ഇത്ര ദൂരം വന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചതാ. കാറിന്റെ ലൈറ്റ് അടിച്ചേക്കും. അപ്പം എന്തോ 3D അല്ലായിരുന്നു അവർ ഇട്ടേന്ന് തോന്നുന്നു. ഞങ്ങളൊരു 10 മിനിറ്റ്സ് കണ്ടിട്ട് തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവര് പിന്നെ ആക്ച്വൽ 3D ഇടുന്നത്. സോ അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു 20 മിനിറ്റ് 10 മിനിറ്റോളം ലൈക്ക് എക്സ്ട്രാ കണ്ടിട്ടുണ്ട്. അതുമല്ല നമ്മള് കണ്ടു കഴിഞ്ഞ് ഞാൻ ചില ഭാഗത്തൊക്കെ ഈ 3Dയിൽ അങ്ങ് മുഴുകി കഥ തലേന്ന് പോവായിരുന്നു. ലൈക്ക് അത്രയ്ക്ക് വലിയൊരു സൂപ്പർ ലൈക്ക് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ വിഷ്വൽ ട്രീറ്റ്. ഇറ്റ് ഈസ് എ ലിറ്ററൽ വിഷ്വൽ ട്രീറ്റ് അല്ലേ? ഇറ്റ്സ് ലൈക്ക് എ ഹിസ്റ്ററി. വാട്ട് യു സേ? കണ്ടാൽ നമുക്കിങ്ങനെ കണ്ണ് ഒരു സെക്കൻഡ് പോലെ അതിൽ നിന്ന് എടുത്തു മാറ്റി വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ തോന്നത്തേയില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മൂവിയാണ്. നെറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഹൻലാലാണ്. പിന്നെ എന്താണ്, ജിതിൻ ലാലാണ് ഇതിൻ്റെ ഡയറക്ടർ. ആൻഡ് ഹി ഡിഡ് ആൻ അമേസിങ് ജോബ്. കിഡിലോസ്കി ആയിട്ടുണ്ട് അല്ലേ? പുള്ളി ഇതിനു മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടർ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. പുള്ളിക്കാരൻ ഇതുവരെ ഇത് പുള്ളിക്കാരൻ ഡെബ്യൂ മൂവി ആണെന്നാണ് മനസ്സിലാക്കുന്നത് ആസ് എ ഡയറക്ടർ. സോ ഇൻ ദാറ്റ് സെൻസ് ലൈക്ക് ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഈസ് ലൈക്ക് പൊളിച്ചടക്കി എന്നാ പറയാനുള്ള. പുള്ളി പ്ലസ് പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ. ആൻഡ് എന്തോ ബഡ്ജറ്റൊക്കെ നോക്കിയപ്പോൾ ഇറ്റ്സ് ലൈക്ക് 30 crores ബഡ്ജറ്റൊക്കെയാണ് കാണുന്നത്. ബട്ട് ഇറ്റ് ഡസന്റ് ഫീൽ ലൈക്ക് ഇറ്റ്സ് എ 30 crore മൂവി അല്ലേ? തെലുങ്ക് ഹൈ എൻഡ് ബഡ്ജറ്റ് ഒക്കെ പോലെ തോന്നിക്കുകയാണ്. ഇറ്റ് വാസ് അമേസിങ്. എഡിറ്റിംഗ്, VFX, എവറിത്തിങ്. ഈവൻ ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡിബു നൈനാൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് അതൊക്കെ ചെയ്തേക്കുന്നത്.
വാട്ട് ലൈക്ക് എന്ത് ലൈക്ക് ഈവൻ വിഷ്വലി ആണെങ്കിലും അല്ല മ്യൂസിക് ആണെങ്കിലും എല്ലാം ഹൈലി എൻഗേജിങ് ആയിട്ടാണ് പോയേക്കുന്നത് അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് കണ്ണിങ്ങനെ ഒന്നും എടുക്കാൻ തോന്നത്തില്ല അമ്മാതിരി. ആൻഡ് ക്യാമറ ഈസ് ജോമോൻ ടി ജോൺ. പുള്ളിയുടെ കഴിവ് പിന്നെ നമ്മൾ ഒത്തിരി മൂവീസിൽ കണ്ടിട്ടുണ്ട്, പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി മറ്റേ ഡ്രോൺ ഷോട്ട് പോലത്തെ ഷോട്ട്സ് മേളിന്ന് ഇങ്ങനെ ഓൺ എ ലാർജർ പെർസ്പെക്റ്റീവ് ഇങ്ങനെ കാണിക്കുക എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഒരു വലിയ ദൂരെ എന്നുള്ള ഒത്തിരി ഷോട്ട്സ് ഉണ്ട്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ. ആൻഡ് ദാറ്റ്സ് ലൈക്ക് അത് ഈ പടത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാ അല്ലെ. ഒത്തിരി ഷോട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെ എനിക്ക് 1-2 ഷോർട്സ് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ ഷോർട്സ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എനിക്ക് ഇതിനകത്തൊരു ഗുഹയ്ക്കകത്തൊരു ഒരു സീനുണ്ട് ടോവിനോന്റെ. ഐ കാൻ സേ ദ സീൻ, ബട്ട് ആ ഗുഹയ്ക്കകത്ത് ആ ഒരു സീൻ ഭയങ്കര മാജിക്കൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഹൗ ഡിഡ് യു ഫീൽ? എനിക്ക് അത് ഭയങ്കര സൂപ്പർ ആയിട്ട്. അതുമല്ല ഈ ഫുൾ പടം ഒരു റസ്റ്റിക് ടോൺ പിടിച്ചേക്കുന്ന ഒരു പാലറ്റ് പിടിച്ചിട്ടുണ്ട് അവര്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് അവർ അതിനോട് മാക്സിമം ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു റസ്റ്റിക് ഒരു പഴമയുടെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ടോവിനോന്റെ അഭിനയം. he is like എന്താ പറയാ, I would say he is actually an underrated actor. എന്താ ചെയ്യുന്ന പറയാനുള്ള? അതുതന്നെ പുള്ളിക്കാരൻ സോഫാർ ചെയ്ത മൂവീസ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഇതായിരിക്കും. ആൻഡ് പുള്ളിക്കാരന്റെ ഉള്ളിലെ ഐ ഡോണ്ട് നോ ഇഫ് ലൈക്ക് മാക്സിമം ടാലന്റ് ടാപ്പ് ചെയ്ത് പുറത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നും. ദാറ്റ്സ് ലൈക്ക് ഫിസിക്കലി ആണെങ്കിലും പുള്ളിക്കാരന്റെ ഇൻവോൾവ്മെന്റ് ഇസ് ലൈക്ക് ക്യാരക്ടർ ഉൾക്കൊണ്ടതും like the way he took up the character, like the actions performed, sorry, not the actions, I would say the stunts performed, everything was so good. പറയാനില്ല. അത് നമുക്ക് തന്നെ ലൈക്ക് ഇതിനെപ്പറ്റി വലിയ നമുക്കൊക്കെ കണ്ടിരുന്നങ്ങ് ആയിപ്പോവും. പുള്ളിയുടെ സൗന്ദര്യവും പുള്ളി നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. നമുക്ക് മനസ്സിലാവും പടം കാണുമ്പോൾ നല്ലോണം. ഒന്ന് ലൈക്ക് അതുമല്ല ഇതിനകത്ത് 3 ട്രെയിലറിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും 3 ടോവിനോമാരുണ്ട് 3 ജനറേഷനിലെ. അപ്പം അതിനകത്ത് ഈ 3 എൻറ്റയർലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഒട്ടും തന്നെ ഗെസ്റ്റേഴ്സ് ആണെങ്കിലും മാനറിസംസ് ആണെങ്കിലും ഒന്നും ഒരു അല്ലേ ഈ ബന്ധമില്ലാത്ത പോലെ മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് 3ന്റെയും ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പുറത്തു വന്നേക്കുന്നത്. ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ ഐ ഡോണ്ട് നോ ഹു ഡിഡ് ദ മേക്കപ്പ്, ഒന്നും പറയാനില്ല. ലൈക്ക് ഈ ആ ആക്ച്വൽ ടോവിനോ ഒത്തിരി നേരം ആരുടെ കഥയാണോ അജയൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ മേക്കപ്പ് ഒക്കെ ശരിക്കും ഒരു 101% ജസ്റ്റിസ് ആണ് ആ ക്യാരക്ടറിനോട്. കാരണം നമുക്ക് ആ ക്യാരക്ടറിനെ നന്നായിട്ട് ഒരു ക്യാരക്ടർ ഉള്ളെങ്കിൽ നമുക്ക് മനസ്സിലായത് 3 ക്യാരക്ടർ ഉണ്ടല്ലോ ഒരാൾ തന്നെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ 3 ക്യാരക്ടറിന് അജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു പുള്ളിയുടെ ആ സ്വഭാവത്തിനോടും പുള്ളിയുടെ ക്യാരക്ടേഴ്സിനും മാക്സിമം ജസ്റ്റിസ് ചെയ്തിട്ടാണ് ആ ഒരു കോസ്റ്റ്യൂം ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ചെയ്തേക്കുന്നത്. നമുക്ക് ഒരു ഇങ്ങനെയൊക്കെ വ്യക്തിയെ നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു എക്കോ സിസ്റ്റത്തിനകത്തുള്ള ഒരാളെ നമുക്ക് അറിയാം എന്നത്തെ പോലെ ഒരു ലൈക്ക് അത്രയും ജസ്റ്റിസ് ചെയ്തിട്ടാണ് മേക്കപ്പും ഒക്കെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും ഒക്കെ ചെയ്തേക്കുന്നതെന്ന് ഫീൽ ചെയ്തു. പിന്നെ ആരൊക്കെ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന? കീർത്തി ഷെട്ടി എന്നല്ലേ കുട്ടിയുടെ പേര്? അതാരാ പെൺകുട്ടി? കീർത്തി ഷെട്ടി അല്ലേ നമ്മൾ ആ ട്രെയിലർ കണ്ടപ്പോ? കീർത്തി ഷെട്ടി ആ നായിക ആയിട്ട് അഭിനയിച്ചേക്കുന്ന കീർത്തി ഷെട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തമിഴാണ്. മെയിൻ നായിക പുള്ളിക്കാരിയാണ്, സുരഭിയുണ്ട്. പിന്നെ മറ്റേ വേറൊരു തമിഴ് ആക്ട്രസ് ഉണ്ടല്ലോ, ഐ ഫോർഗോട്ട് ഹർ നെയിം. നോ, ഐ തിങ്ക് ഐശ്വര്യ രാജേഷ്. ഇവര് 3 പേരാണ്. അതിലെനിക്ക് ഈ അജയന്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ച കുട്ടി തന്നെയാണ് നല്ല ബെസ്റ്റ്. എനിക്ക് ആ കുട്ടിയുടെ അഭിനയവും ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ വേ ഷീ ലുക്സ് നല്ല ഒരു നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സൗന്ദര്യം. ഭയങ്കര രസമായിട്ടാണ് അവര് ആ സ്ക്രീനിൽ ആ നായികയെ കാണിക്കുന്നതൊക്കെ. നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നിക്കും, കണ്ണെടുക്കാതെ കണ്ടിരിക്കാൻ തോന്നിക്കും.
പിന്നെ വില്ലന്മാരൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് അല്ലേ. Yeah. പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുന്ന ഒരു ഹിസ്റ്റോറിക് കഥ പറയുന്ന പോലത്തെ ഒരു സിനിമയാണെങ്കിൽ പോലും ഇതിനകത്ത് നല്ലോണം തമാശകളും ഒക്കെ ഉണ്ട് കേട്ടോ. ബേസിലുണ്ട്, അപ്പൊ തന്നെ അറിയാം ബേസിലുണ്ട്. അജു വർഗീസിനുണ്ട്. പക്ഷെ അജു വർഗീസ് സാധാരണ ചെയ്യുന്ന ഒരു അല്ലെ ഒരു കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട ഒരു കഥാപാത്രമായിട്ട് അത്ര കോമഡി ഉള്ള റോളാണ്. പക്ഷേ ഒരു വില്ലന്റെ സൈഡിൽ നിൽക്കുന്നില്ല, നല്ലവരുടെ സൈഡിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സീരിയസ് റോളാണ്. മീൻസ് സ്ഥിരം ചെയ്യുന്ന ഒരു റോളല്ല, സത്യസന്ധമായ പോലീസ്. അങ്ങനെ ഒരു നല്ലൊരു റോളാണ് അജു വർഗീസിന് ഇത് മീൻസ് അതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. പിന്നെ എന്നാ നല്ലൊരു കഥയാണ്. നമുക്കൊരു ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് അല്ലേ ഷീൻ. ലൈക്ക് എന്താണ് മറ്റേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്കാണ് കഥ പോകുന്നത് അല്ലെ. ഇറ്റ്സ് നോട്ട് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റബിൾ അല്ല സംഭവം. ലൈക്ക് ഒരു ഭാഗം പോയിട്ട് പിന്നെ ആ ഭാഗത്ത് എന്ത് നടന്നു അത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് പാസ്റ്റ് പിന്നെയും കൊണ്ടുവന്ന് ക്ലാരിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഓരോ രീതിക്കാണ്. ചില മൂവികൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് ടേൺ എടുത്തിട്ട് നമുക്ക് അത് മനസ്സിലാവത്തില്ല ഒരു കണക്ഷൻ എന്ത് സംഭവിച്ചത്. പക്ഷെ ഇവിടെ വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. നമുക്ക് 2.5 hours. 2 hours and 45 minutes. So 2 hours and 45 minutes അടിപൊളിയായിരുന്നു ഫ്രോം ബിഗിനിങ് ടു ദി എൻഡ്. ഒന്നും പറയാനില്ല. എല്ലാരും ജഗദീഷ് ഉണ്ട്. ജഗദീഷിന്റെ ഒക്കെ ഒരു മൈന്യൂട്ട് റോളാണ്, ചെറിയ റോളാണ്. എനിക്ക് പക്ഷെ ജഗദീഷിന്റെ അതിനകത്ത് ഇഷ്ടപ്പെട്ട അഭിനയം എനിക്ക് ഒബ്വിയസ്ലി ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനകത്ത് മേക്കപ്പ് ആണ് എനിക്ക് ജഗദീഷിന്റെ ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് 3 ടോവിനോമാരിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മിഡിൽ ടോവിനോനെയാണ്. മണിയെന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. എനിക്ക് മിഡിൽ ടോവിനോനെയാണ് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ജനറേഷൻ ടോവിനോ. ഷെയ്നാരെ ഇഷ്ടപ്പെട്ടത്? സത്യം പറഞ്ഞാല് സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷൻ ടോവിനോ ആണ് അതിന്റെ ഏറ്റവും കൂടുതൽ കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് കഥ മൊത്തം കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിനകത്ത് പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പാട്ടുകളിലെ വിഷ്വൽസ് ആണ് ഭയങ്കര കമന്റബിൾ ആയിട്ടുള്ള. ഒരു ബസ്സിലേക്ക് സീൻ കണ്ടായിരുന്നോ? എനിക്കറിയില്ല പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ അതിനകത്ത് ബസ്സിലിങ്ങനെ തെയ്യമൊക്കെ പോകുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. തെയ്യവും ഇവര് ബസ്സിൽ പോകുമ്പോ ഇങ്ങനെ കുറെ കഥകളി തെയ്യമൊക്കെ കൂടെ ഒരുമിച്ച് അതൊക്കെ എന്ത് രസം. നമ്മുടെ കണ്ണിനുണ്ടല്ലോ, കണ്ണിനിങ്ങനെ ഒരു എന്താ പറയുന്നേ, ശരിക്കും നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു കുളിർമ തരുന്ന ഒത്തിരിയും കാഴ്ചകളാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. അറ്റ് ദ സെയിം ടൈം ലൈക്ക് ദ ഹോൾ മൂവി അതിന് ഈ ക്യാമറ ചെയ്തിട്ടുള്ള എന്താണ് ജോൺ പുള്ളിക്കാരനെ തന്നെയാണ് കൺഗ്രാജുലേറ്റ് ചെയ്യണം. അത്രയ്ക്ക് അടിപൊളി ഷോട്ട്സ് ആണ് പുള്ളിക്കാരൻ എടുത്തേക്കുന്നത്. ഒന്നും പറയാനില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഒരു 3-4 വട്ടം കാണാനുള്ള ഒരു മൂവി ഉണ്ട്. I think it's a classic അല്ലേ. It's going to be one of the best movies of the year so far. എല്ലാരും പോയി കാണാം. എന്തേലും പറയണമെങ്കിൽ ചില ഭാഗങ്ങള് മറ്റേ വിഷ്വാലിറ്റി ഓവർ ആയോ, ലൈക്ക് കുറച്ച് ഓവർ മാജിക്കൽ ആയോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഫിക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇതൊരു ഫിക്ഷണൽ മൂവിയാണ്. ഇച്ചിരി ഫിക്ഷൻ ഉണ്ട്, ഇച്ചിരി തെലുങ്ക് ടച്ച് ഉണ്ട്. ചിലയിടത്തേക്ക് ഓവർ അത്രയ്ക്ക് ഓവർ അല്ലടാ. പക്ഷെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇതിപ്പോ മൂന്ന് ഇതിലും ആദ്യത്തത് മാത്രം വ്യത്യസ്തമായി ബാക്കി ഒരു ഹിസ്റ്ററി റിപ്പീറ്റ്സ് പോലെയാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? ലൈക്ക് ചില സീൻസ് ഹിസ്റ്ററി റിപ്പീറ്റ്സ്. പക്ഷെ കുറച്ച് മാജിക്കൽ ആയോന്ന് ചോദിച്ചാൽ ഇത് ആദ്യം തൊട്ടേ മാജിക്കൽ ആയിട്ടാ വരുന്നത്. അത് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഗൈസ്. അപ്പം സോ ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ. ഇറ്റ്സ് ലൈക്ക് വി ഡിഡ്ന്റ് ഓവർഡു ഇറ്റ്. ലൈക്ക് ചില ഇംഗ്ലീഷ് ആനിമേറ്റഡ് പടം മൂവീസ് പോലെ തോന്നും. പക്ഷെ അത് കുറച്ചൊരു മാജിക്കൽ ടച്ച് ഉള്ള ഒരു പടമാണ്. സോ നമുക്കൊരു ഒരു ഫീൽ, ഒരു ടച്ച് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഫീൽ എടുത്താല് ആ ഒരു ചില ഭാഗത്തുള്ള വിഷ്വാലിറ്റി ഓവർ ആണെന്ന് നമുക്ക് തോന്നത്തില്ല ഗൈസ്. ബട്ട് എവറിത്തിങ് വാസ് പെർഫെക്റ്റ് ആൻഡ് എവറിത്തിങ്. ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് അത് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ബിക്കോസ് ഓവറോൾ മൂവി വാസ് ജസ്റ്റ് ഫാബുലസ്. ഇറ്റ് വാസ് ജസ്റ്റ് ദ ബെസ്റ്റ് മൂവി എവർ സീൻ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. സോ ഇനി നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ്. ദ ടൈം ഇസ് 12:13 early morning. Okay guys, so till next movie അജയന്റെ രണ്ടാം മോഷണം in theaters for sure. It's not എന്താണ് അതും 3D തന്നെ കാണണം. ചിലതൊക്കെ മറ്റേ ഇതൊക്കെ പറഞ്ഞു വരുമ്പോ ഇങ്ങനെയൊക്കെ പോവായിരുന്നു. മറ്റേ നമ്മള് RRR ഞങ്ങള് 3D പോയി കണ്ടതായിരുന്നു. ഞാനും മമ്മിയും ഒക്കെ പോയി കണ്ടതാ. എനിക്ക് അതിനേലും ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ശരിക്കും വന്നപ്പോ മമ്മി പറയുന്നു പിടിച്ചിരുന്നു.
ഒക്കെ പറയുന്നത്. അത്ര അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് 3D തന്നെ കാണണം. ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് ഗൈസ്. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ വന്നിട്ട് കഥ അറിയാൻ വേണ്ടി കണ്ടിട്ട് കാര്യമില്ല. തിയേറ്ററിൽ വന്ന് 3D തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലേ മമ്മി? യെസ്. അതിന്റെ വിഷ്വാലിറ്റി തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ആ പൈസക്കുള്ള വർത്ത്. ഞങ്ങൾ അടി ഉണ്ടാക്കി 3D ആക്കിയതിന് ഞങ്ങള് എന്താ റിഗ്രറ്റ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാല്. അത്രയ്ക്ക് അത്രേ ഉള്ളൂ ഗൈസ്. സോ പ്ലീസ് വാച്ച് ARM. Okay guys, and that's it for now guys. Please subscribe and like this channel, and happy Onam for everyone. Yes, happy Onam. Bye guys. Bye. It's George Stories signing off. Bye.